ഹലോ, വെൽക്കം ബാക്ക് ടു റിസോഴ്സ് കിച്ചൻ. എന്തൊക്കെ വിശേഷം? സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പം ഇന്നത്തെ വീഡിയോ റമദാനിൻ്റെ ഫസ്റ്റത്തെ നോമ്പിലുള്ള വിശേഷങ്ങൾ പങ്കുവച്ചിട്ടുള്ള ചെറിയൊരു വ്ളോഗാണ്. കണ്ടു നോക്കുക. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാം കേട്ടോ. നോമ്പ് തുടങ്ങുന്നതിൻ്റെ തലേന്ന് ദിവസം മുതലാണ് കേട്ടോ ഞാൻ ഷൂട്ട് ചെയ്ത് തുടങ്ങിയിട്ടുള്ളത്. വേറെ ഒന്നുമല്ല, നമ്മൾക്ക് പിറ്റേന്ന് ദിവസം ഇഫ്താറാണ്. അതിന് മുന്നോടിയായിട്ടുള്ള ചെറിയ ബാലൻസ് ആയിട്ടുള്ള ക്ലീനിങ്ങും കാര്യങ്ങളും അന്ന് തന്നെ ചെയ്ത് വെക്കുകയാണ്. കാരണം പിറ്റേ ദിവസം നോമ്പാണ്. നോമ്പിൻ്റെ പ്രിപ്പറേഷനുകൾ ഇഷ്ടം പോലെ ഉണ്ടായിരിക്കും. അപ്പം അതിൻ്റെ മുന്നേ ആയിട്ട് തലേന്ന് ദിവസം രാത്രി തന്നെ കുറച്ച് മടക്കി വെക്കാനുണ്ടായിരുന്നു, അതുപോലെ ഒതുക്കി വെക്കാനും ക്ലീൻ ചെയ്യാനും ഉണ്ടായിരുന്നു. അപ്പം ബാക്കി കാര്യങ്ങളൊക്കെ ആ ടൈമിലാണ് ചെയ്യുന്നത്. മടക്കി വെക്കലും കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട്. ക്ലീനിങ്ങും കാര്യങ്ങളും ഉമ്മ ബാക്കി ബാലൻസ് ഉള്ളതും കൂടെ ക്ലിയർ ചെയ്ത് വെക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ആ പണികളൊക്കെ കഴിഞ്ഞപ്പോൾ പിന്നെ കുറച്ച് സ്റ്റിച്ച് ചെയ്യാനുണ്ടായിരുന്നു. സ്റ്റിച്ച് ചെയ്യാൻ ഓൾട്ടർ ചെയ്യാനുള്ള ഡ്രസ്സും കാര്യങ്ങളുണ്ട്. അതുപോലെ കുഷ്യൻസിന് കവർ സെറ്റ് ചെയ്യാനുണ്ടായിരുന്നു. എക്സ്ട്രാ കവർ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണമെന്നുണ്ടായിരുന്നു ഉമ്മാക്ക്. അപ്പം അതൊക്കെ ചെയ്ത് കൊടുത്തു. പിന്നെ ഞാൻ ഓട്സ് ഉണ്ടാക്കി. കാരണം ഓട്സ് കുടിച്ചാൽ പിറ്റേ ദിവസം നോമ്പല്ലേ, നമുക്ക് ഈ ചൂട് ടൈമിൽ ഓട്സ് ആണെങ്കിൽ ഒന്നും കൂടി ബെറ്റർ ആയിരിക്കും. ഞാൻ ഓട്സ് കഴിക്കുമ്പോൾ ഉമ്മ പത്തിരിയും അതുപോലെ ചിക്കൻ കറി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അവരൊക്കെ അത് കഴിച്ചു. പിന്നെ ഞങ്ങൾ പെട്ടെന്ന് കിടന്നുറങ്ങുകയാണ് ചെയ്തത്. പിന്നെ ഒരു 4 മണി ടൈമിലാണ് എണീറ്റിട്ടുള്ളത്. കാരണം നമുക്ക് അത്താഴം കഴിക്കണമല്ലോ. അപ്പം അത്താഴം കഴിക്കാനായിട്ട് സുബഹിന് മുന്നേ എണീറ്റു. അത്താഴം കഴിക്കലൊക്കെ കഴിഞ്ഞു. പിന്നെ ഒരു 7:30 ടൈം ആയപ്പോൾ ഞാൻ ക്ലിനിക്കിലേക്ക് പോയി. പിന്നെ ക്ലിനിക്കിലത്തെ കാര്യങ്ങളൊന്നും ഷൂട്ട് ചെയ്തിട്ടില്ല. അതിനുശേഷം ക്ലിനിക്കിൽ നിന്ന് വന്നു. കുറച്ച് എക്സ്ട്രാ സാധനങ്ങൾ വാങ്ങാനുണ്ടായിരുന്നു. അതൊക്കെ വാങ്ങി കൊണ്ടുവന്ന് ഉമ്മാനെ ഏൽപ്പിച്ചു. നന്നായിട്ടൊന്ന് ഫ്രഷ് ആയിട്ടാണ് പിന്നെ കിച്ചണിലേക്ക് കയറിയത്. കിച്ചണിൽ കയറിയപ്പോൾ ഉമ്മ പത്തിരി ഓൾറെഡി ചുട്ട് വെക്കുന്നുണ്ട്. ചിക്കൻ കറി ഓൾറെഡി ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ സ്നാക്സ് ഉണ്ടാക്കുക, ജ്യൂസ് ഉണ്ടാക്കിയെടുക്കുക, ഇത്ര ഉണ്ടായിരുന്നുള്ളൂ. ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ എൻ്റെ സിസ്റ്റർ റിനു സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അത് അവൾ കട്ട് ചെയ്തു ടേബിളിൽ സെറ്റ് ചെയ്ത് വെച്ചു. അതിനുശേഷം സമൂസ ഷീറ്റ് ഓൾറെഡി ഉണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ചിട്ട് സമൂസ തന്നെ ഉണ്ടാക്കിയെടുക്കാമെന്ന് വിചാരിച്ചു. സമൂസ റെസിപ്പി ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും തന്നെയാണ് കേട്ടോ. കാരണം നമുക്ക് ഫില്ലിങ് ഉണ്ടാക്കി വെച്ചാൽ പിന്നെ അസംബിൾ ചെയ്തെടുക്കുക എന്നുള്ള ഒരു സ്റ്റെപ്പേ ഉള്ളൂ. ഡീറ്റെയിൽ ആയിട്ട് ഞാൻ കാണിച്ചിട്ടില്ല. കാരണം മുന്നത്തെ വ്ളോഗിലൊക്കെ ഞാൻ ഡീറ്റെയിൽഡ് റെസിപ്പി സമൂസയുടെ കാണിച്ചിട്ടുണ്ട്. ഫില്ലിങ് ഡിഫറൻസ് ആയിരിക്കും, പക്ഷേ ഉണ്ടാക്കിയെടുക്കുന്ന രീതിയും കാര്യങ്ങളൊക്കെ സെയിം തന്നെ ആയിരിക്കും. നോമ്പ് തുറന്നതിന് ശേഷം ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണ് നിസ്കരിക്കാനും ഖുർആനോദാനൊക്കെ പോയിട്ടുള്ളത്. ഖുർആനോത്തൊക്കെ കുറച്ച് കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ മെയിനായിട്ടുള്ള ഭക്ഷണം കഴിക്കുക. എന്ന് വെച്ചാൽ ഇശാ നിസ്കാരം തറാവയൊക്കെ കഴിഞ്ഞിട്ടാണ് മെയിനായിട്ടുള്ള ഫുഡ് കഴിക്കൽ. എല്ലാവരും കൂടെ ഇരുന്നിട്ട് മെയിനായിട്ടുള്ള ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞ് 1 മണിക്കൂറിന് ശേഷമൊക്കെ കേട്ടോ കിടന്നുറങ്ങാറുള്ളത്. അതിൻ്റെ ഇടയിൽ ഉമ്മ ചീരക്കഞ്ഞി ഉണ്ടാക്കിയിട്ടുണ്ട്. നിങ്ങളവിടെ അങ്ങനെയാണോ പറയാമെന്നറിയില്ല. കഞ്ഞിയിലേക്ക് തേങ്ങ വറുത്തരച്ച് വെച്ചിട്ടുള്ള ഒരു മെയിൻ ഐറ്റമാണ്. കാരണം നമുക്കത് പ്രത്യേകിച്ച് ചൂടാണ്, ചൂടിന് കഴിക്കാൻ പറ്റുള്ള ഒരു മെയിൻ ഐറ്റം കൂടാണ് കേട്ടോ. അൽഹംദുലില്ലാ ആദ്യത്തെ നോമ്പ് നല്ല റാഹത്തായിട്ട് തന്നെ കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങളതും അങ്ങനെ തന്നെയാണെന്ന് വിശ്വസിക്കുന്നു. അപ്പം വീഡിയോ ഇത്രേ ഉള്ളൂ. ചെറിയൊരു വ്ളോഗാണ്. റെസിപ്പിയും കാര്യങ്ങളും ഡീറ്റെയിൽസ് ആയിട്ട് ഇതിൽ പറഞ്ഞിട്ടില്ല. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.